ഈ വീഡിയോയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ UAE ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും UAE തമ്മിൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. ഇതിൽ പ്രധാനമായിട്ടും ബനിയാസ് ഫോറം എന്ന് പറഞ്ഞിട്ടുള്ള ഫോറം, ഇത് ഏതാണ്ട് 10-16 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫോറമാണ്. ഈ 10-16 വർഷങ്ങളായിട്ടും ഈ ഫോറത്തിൽ ഇന്ത്യ പങ്കെടുക്കുന്നുണ്ട്, അതാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു NDA സർക്കാർ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ഇതിനകത്ത് പങ്കെടുക്കുന്നത്. മുമ്പും ഇന്ത്യ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്, പക്ഷേ പല വർഷങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് വിട്ടുവിട്ടാണ് പങ്കെടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് കൃത്യമായിട്ട് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഫോറമാണ് ബനിയാസ് ഫോറം. ഇതിനകത്ത് വളരെ നിർണായകമായിട്ടുള്ള അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. തികച്ചും പൂർണ്ണമായും ഒരു എക്കോണമിക് പെർസ്പെക്റ്റീവിൽ നടക്കുന്ന ഒരു ഫോറമാണിത്. ഇത് നടന്നത് ഡിസംബർ 12 മുതൽ 14 ആ ദിവസങ്ങളിൽ അബുദാബിയിൽ വെച്ചിട്ടാണ് ഇത് നടന്നത്. അപ്പോൾ ഇതിൽ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് നേതാക്കളുമായിട്ട് സൈഡ് ലൈനിൽ സംസാരിച്ചിട്ടുണ്ട്. എല്ലാം തന്നെ വ്യാപാര ബന്ധങ്ങളാണ്. അറബ് മേഖലയ്ക്ക് ഇന്ത്യയുടെ ആ ഒരു എക്സ്പോർട്ട് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ വളരെ തീവ്രമായ ചർച്ചകളാണ് നടന്നത്. പ്രത്യേകിച്ച് ഈജിപ്തുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇനി ഒമാനുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഒമാനിലേക്ക് പ്രൈം മിനിസ്റ്റർ മോദി സന്ദർശിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അറബ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട നിർണായകമായിട്ടുള്ള വ്യാപാര ചർച്ചകളും വ്യാപാര പങ്കാളിത്തങ്ങളും കരാറുകളും അതുപോലെ തന്നെ പല സബ്മിറ്റുകളും നടക്കാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ ഈജിപ്തിൻ്റെ ഫോറിൻ മിനിസ്റ്റർ ഡോക്ടർ ബദർ അബ്ദുൽ ലദ്ദിയുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അത് വേറെ ഒന്നുമില്ല, വ്യാപാര കരാറുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് സംസാരം. അതുപോലെ തന്നെ ജയശങ്കർ ലക്സംബർഗിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ലക്സംബർഗിലെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ സേവിയർ ബട്ടീലുമായിട്ടാണ് ചർച്ച നടത്തിയത്. അതുപോലെ പോളണ്ടിന്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇത്തവണത്തെ ബനിയാസ് ഫോറത്തിൽ ഏറ്റവും കൂടുതൽ യൂറോപ്പ് മേഖലയിലുള്ള ആൾക്കാരും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം യൂറോപ്പ് അമേരിക്കയിൽ നിന്നും ബീട്രയൽ നേരിടുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ അമേരിക്ക സൗദി അറേബ്യയെ ഏറ്റവും കൂടുതൽ ഈ ഒരു മേഖലയിൽ, മിഡിൽ ഈസ്റ്റ് മേഖലയിൽ ബാക്കപ്പ് ചെയ്ത് നിർത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ UAE വളരെ ശക്തമായിട്ടുള്ള ഒരു ബോൾഡ് സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ അതിൽ പങ്കെടുക്കുന്നതും. അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട കുറേ രാജ്യങ്ങൾ, അതേപോലെ നാറ്റോയിൽപ്പെട്ട കുറച്ച് രാജ്യങ്ങൾ, യൂറോപ്പ് മേഖലയിലുള്ള കുറേ രാജ്യങ്ങൾ, അതായത് UAE ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റും അതേപോലെ വ്യാപാരവും നടത്തുന്ന രാജ്യങ്ങൾ. UAE നിന്നും പല യൂറോപ്യൻ രാജ്യങ്ങൾക്കും ചരക്ക് നീക്കം നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കമ്മോഡിറ്റിയിൽ ഏർപ്പെടുന്ന രാജ്യങ്ങളെല്ലാം തന്നെ ഇവിടെ ഒത്തുകൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട മീറ്റിംഗിൽ ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയത്. ലാത്വിയയുടെ ഫോറിൻ മിനിസ്റ്റർ ബൈബ ബ്രേസ് അവിടെ ഉണ്ടായിരുന്നു. അതുപോലെ സൈപ്രസ്, മോണ്ടിനീഗ്രോ, ഇങ്ങനെ എണ്ണി പറയാൻ ഒരുപാട് രാജ്യങ്ങളുണ്ട്. അത് അങ്ങനത്തെ പല രാജ്യങ്ങളുമായിട്ടും UAE വെച്ചിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇനി ഫർദർ ആയിട്ട് അതാത് രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ എംബസിയുമായിട്ട് ബന്ധപ്പെട്ട ആ ഉദ്യോഗസ്ഥർ ആ രാജ്യങ്ങളുമായിട്ടുള്ള ഫർദർ വ്യാപാര ബന്ധങ്ങളെക്കുറിച്ചുള്ള നീക്കങ്ങളിലേക്ക് മുന്നോട്ട് പോകും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇന്ത്യയും ജോർജിയയും തമ്മിലുള്ള 8ാമത്തെ ട്രേഡ് കൺസൾട്ടേഷൻ മീറ്റിംഗ് അത് നടന്നിട്ടുണ്ട്. അത് ടിബ്ലിസിയിൽ വെച്ചിട്ടാണ് അത് നടന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ റെപ്രസെൻറ്റേറ്റീവിനെ അയച്ചു മീറ്റിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് ഒരു എയിമേ ഉള്ളൂ, നമ്മൾ എത്രയും വേഗം നമ്മളുടെ എക്സ്പോർട്ട് സർജ് ചെയ്യുക എന്നുള്ളതാണ്. എത്രയും വേഗം നമ്മൾ എക്സ്പോർട്ട് വർദ്ധിപ്പിക്കുക, എന്നാൽ മാത്രമേ നമുക്ക് ഒരു രക്ഷയുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ വളരെ കൃത്യമായിട്ട് പല രാജ്യങ്ങളുമായിട്ടും ചർച്ച നടത്തി ഈ ട്രേഡ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത്. ഇത് USA നിന്ന് വരുന്ന വാർത്തയാണ്. ഏതാണ്ട് 19 അമേരിക്കൻ അറ്റോർണി ജനറൽസ്, ഈ ഗവൺമെൻറ് അഡ്വക്കേറ്റ് ആണ്, പ്ലീഡേഴ്സ്, അവരെയാണ് അവിടെ അറ്റോർണി ജനറൽ എന്ന് വിളിക്കുന്നത്. ഈ ഗവൺമെൻറ് പ്ലീഡേഴ്സ് ട്രംപിൻ്റെ ഈ 1 ലക്ഷം രൂപ ഫീസ് ഫിക്സ് ചെയ്തിരിക്കുന്ന H1B വിസ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ വെച്ചിരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ വരായികളെ കുറിച്ചുള്ള ഡിസ്കഷൻ, വളരെ ഡീപ്പായിട്ടുള്ള ഡിസ്കഷൻ, ഇതിൻ്റെ ലീഗൽ പോയിന്റും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി അതിലുപരിയായിട്ട് ട്രംപിൻ്റെ ഗോൾഡൻ കാർഡ്, ഈ ഗോൾഡൻ കാർഡ് പദ്ധതിയെ എതിർക്കുന്നുണ്ട്. ഇതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു ഗോൾഡൻ കാർഡ് വിസ പ്രോഗ്രാം ഇഷ്യൂ ചെയ്യാൻ ട്രംപിന് അവകാശമില്ല. ഹി ഡസൻറ്റ് ഹാവ് ദ റൈറ്റ് ടു ഡു ദാറ്റ്. അയാൾക്ക് അതിൻ്റെ റൈറ്റ് ഇല്ലെന്നാണ് പറയുന്നത്. അതിന് പ്രധാനമായിട്ട് പറയുന്നത് ഇത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്. ഈ വിസ പ്രോഗ്രാമിൽ എന്തെങ്കിലും അമെൻമെന്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു പുതിയ പോളിസിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൽ കോൺഗ്രസിന്റെ അക്സെപ്റ്റൻസ് ആണ് വേണ്ടത്. അല്ലാതെ ഗ്രീൻ കാർഡിലേക്ക് പോകാനിരിക്കുന്നവരെ പിടിച്ച് ഗോൾഡൻ വിസ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് അതിന് യാതൊരു വാലിഡിറ്റിയും വരണം എന്നില്ല. നിലവിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ആരും ഗോൾഡൻ വിസ പോയി പൈസ മുടക്കി എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പൈസ നഷ്ടപ്പെടുന്നതാണ് പറയുന്നത്. കാരണം ഈ ഫീസ് എന്ന് പറയുന്നത് 1 ടൈം ഫീ ആണ്. അത് പേ ചെയ്ത് കഴിഞ്ഞാൽ നോൺ റീഫണ്ടബിൾ ആണ്. അപ്പം ഇത് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ട്രംപിൻ്റെ ഈ ഒരു ട്രാപ്പിൽ പോയി പെടരുത്. പൊതുവേ ഈ H1B വിസയുമായിട്ട് അമേരിക്കൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർ ഇപ്പോൾ ഉടനെ നാട് വിടരുത്. റിന്യൂവൽ പ്രോസസ്സ് ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ തന്നെ നിന്ന് ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഇവിടെ നിന്ന് പോകാൻ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇപ്പം ഡിസംബറിൽ റിന്യൂ ചെയ്യാൻ ഒക്കില്ലെന്നാണ് പറയുന്നത്. ഡിസംബറിൽ എക്സ്പയറി ആയി വിസ റിന്യൂ ചെയ്യേണ്ട ആൾക്കാർക്കൊന്നും ഇപ്പോൾ റിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. മാർച്ച് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതായത് മാർച്ച് ഏപ്രിൽ വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി നാട് വിട്ട ആൾക്കാർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വലിയ രീതിയിലുള്ള അൺസർട്ടനിറ്റി ഉണ്ട്. ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കയിൽ നിന്നും
ഇന്ത്യയിലേക്ക് മടങ്ങിയ ഒരുപാട് ആൾക്കാർ, അതുപോലെ മറ്റു പല രാജ്യങ്ങളിലേക്കും മടങ്ങിയ അതാത് രാജ്യങ്ങളുടെ സിറ്റിസൺസ് ഉണ്ട്. അപ്പം അവരെല്ലാം തന്നെ, അതായത് അതാത് രാജ്യങ്ങൾ എത്തിയപ്പോഴാണ് ഇവർക്ക് ലാസ്റ്റ് മിനിറ്റിലാണ് ഇമെയിൽ കിട്ടുന്നത്. അപ്പോൾ അവർക്ക് ഉടനെ തന്നെ സ്പോണ്ടേനിയസ് ആയിട്ട് ഇതിന് പ്രതികരിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്, അതായത് ഈ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക്, അമേരിക്കൻ കൗൺസിലേറ്റുമായിട്ട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് മെയിൽ അയച്ച് അവർ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമേരിക്കൻ കൗൺസിലേറ്റിൽ നിന്ന് വരുന്ന ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ റിന്യൂവൽ പ്രോസസ്സ് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. 3 months 3 മാസത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതിനകത്ത് ഇപ്പം അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് മടങ്ങിയ ആൾക്കാർ, H1B വിസയിലുള്ള ആൾക്കാർക്ക് തിരിച്ചങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇത് ഏത് രീതിയിലാവുമെന്ന് അറിയത്തില്ല. ഇത് വിസ കെയോസ്, അമേരിക്കയുടെ ചരിത്രത്തിൽ ഇമാതിരിപ്പെട്ട ഒരു വിസ കെയോസ് ഉണ്ടായിട്ടില്ല. ആ രീതിയിലുള്ള കെയോസ് ആണ് ഇപ്പം ട്രംപ് സൃഷ്ടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഈ ഗോൾഡൻ വിസ ഒരിക്കലും എടുക്കരുതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ഗോൾഡൻ വിസ എടുത്ത് അഥവാ നിങ്ങൾ പൈസ പേ ചെയ്ത് ഈ ഗോൾഡൻ വിസയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അമേരിക്കയുടെ ഉള്ളിൽ പെർമനന്റ് സിറ്റിസൺ ആയിട്ട് മാറിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. കാരണം ഇവിടെ ഒരു പോളിസി ഉണ്ട്. ഇവിടെ ഒരു സിറ്റിസൺ ആവണം എന്നുണ്ടെങ്കിൽ ഇത്ര വർഷം അമേരിക്കയുടെ ഉള്ളിൽ താമസിക്കണം, നിങ്ങളുടെ റെക്കോർഡ്, ബാക്ക്ഗ്രൗണ്ട് കംപ്ലീറ്റ് കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് അതിനുശേഷം വർഷങ്ങളെടുക്കും അവിടെ ഒരു ഗ്രീൻ കാർഡ് ഹോൾഡറായി പിന്നെ അവിടെ ഒരു സിറ്റിസൺഷിപ്പ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് കുറച്ച് പൈസ കൊണ്ടിട്ടിട്ട് ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലീഗൽ ഇഷ്യൂ ഉണ്ട്. ലീഗൽ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഒരേ ഒരു വിഷയം മാത്രമേ പറയുന്നുള്ളൂ. അമേരിക്കയുടെ ഉള്ളിലേക്ക് വിസ കിട്ടണം എന്നുണ്ടെങ്കിൽ 5 വർഷത്തെ സോഷ്യൽ മീഡിയ റെക്കോർഡ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ 5 വർഷത്തെ സോഷ്യൽ മീഡിയ റെക്കോർഡ് കൊടുക്കുന്ന വെച്ചോ, ഒരുത്തൻ ഫേക്ക് ആയിട്ട് 5 വർഷത്തെ സോഷ്യൽ മീഡിയ റെക്കോർഡ്. ഇനി അഥവാ ഒരു ഭീകരൻ, അവൻ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല, ഫ്രഷ് ആയിട്ട് ഹയർ ചെയ്യാണ്, ഫ്രഷ് പാസ്പോർട്ട് എടുക്കുകയാണ്. അവൻ ഭീകരവാദികൾ ഇവനെ കൺവിൻസ് ചെയ്ത് ഇവനെ ചാവേറാക്കിയിട്ട് ഇവനെ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുകയാണ്. അവന്റെ ലക്ഷ്യം വളരെ വലുതാണ്, അവന് കൊടുത്തിരിക്കുന്ന ടാസ്കും അത്രമാത്രം വലുതാണ്. ഭീകരവാദിയാണല്ലോ, അപ്പോൾ ഭീകരവാദം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവൻ അവിടെ വരുന്നത്. അപ്പോൾ വരുന്ന സമയത്ത് ട്രംപ് അവന്റെ സോഷ്യൽ മീഡിയ പരിശോധിക്കും. കുഴപ്പമൊന്നുമില്ല, കയറിക്കൊന്നു പോകും. അപ്പോൾ സോഷ്യൽ മീഡിയ 5 വർഷത്തെ സോഷ്യൽ മീഡിയയൊക്കെ അവന്റെ റെക്കോർഡൊക്കെ വളരെ ക്ലിയർ ആണ്. അവൻ റീസെന്റ് ആയിട്ടാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഓക്കെ, വെരി ഗുഡ്, കുഴപ്പമൊന്നുമില്ല. അമേരിക്ക വളരെ ഇഷ്ടമാണ്. വേണ്ടി വന്നാൽ അമേരിക്കയെ പുകഴ്ത്തിക്കൊണ്ട് 2 പോസ്റ്റ് വേണമെങ്കിലും അവൻ ഇടും. അപ്പോൾ അങ്ങനെയുള്ളതാകുമ്പോഴത്തേക്കും ട്രംപ് ഉടനെ തന്നെ വിസ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ മണ്ടൻ ട്രംപ് ഉടനെ വിസയും കൊടുത്ത് ഇവന് വേണ്ടി 10 ലക്ഷം രൂപ, ഇവന് വേണ്ടിയിട്ട് $10 ലക്ഷം അല്ല $20 ലക്ഷം മുടക്കാൻ ആൾക്കാരുണ്ടാവും. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ആൾക്കാരെ വിട്ട് 5 വർഷം അമേരിക്കൻ എയർഫോഴ്സിൽ തന്നെ പണിയെടുപ്പിച്ച് അമേരിക്കയുടെ ഫ്ലൈറ്റ് തന്നെ എടുത്ത് അമേരിക്കയുടെ ബിൽഡിംഗ് തന്നെ അടിച്ച് നിലം പൊത്തിക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർക്ക് പൈസ ഇല്ലാത്തത്? പൈസയൊക്കെ ഉണ്ടാവും. ഈ പൈസയും കൊടുത്ത ആൾക്കാരെ കയറ്റി അയക്കും, യുവമാർ അവിടെ പോയി പൊട്ടിത്തെറിക്കുന്നത് ചില്ലറ സ്ഥലങ്ങളൊന്നും ആയിരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിലൂടെ തീവ്രവാദികൾ കടന്നു കയറി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അപ്പോൾ ട്രംപിന് ഇങ്ങനെ എല്ലാത്തിനെയും തടഞ്ഞു നിർത്താമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിട്ട് കാര്യമില്ല. കാര്യപ്രാപ്തിയോട് പ്രവർത്തിക്കാനുള്ള ശേഷി ഉണ്ടാവണം. അല്ലെങ്കിൽ തന്നെയും ഇവർക്ക് പാകിസ്ഥാനുമായിട്ടൊക്കെ നല്ല സ്നേഹമാണ്. അതുകൊണ്ട് പാകിസ്ഥാനികളെ ഇവർ ഏറ്റവും കൂടുതൽ അങ്ങോട്ട് ക്ഷണിക്കുകയും മര്യാദയ്ക്ക് പോയി പണിയെടുത്ത് കുടുംബം പോറ്റിയിട്ട് മാന്യമായിട്ട് ടാക്സും അടച്ച് ജീവിക്കുന്ന ഇന്ത്യക്കാരെ അവർക്ക് അത്ര പിടിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുള്ള മറുപടികളൊക്കെയാണ് ഇനി കിട്ടാൻ പോകുന്നത്. ഇതിപ്പോൾ ഓൾറെഡി തന്നെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി വരിയായിട്ട് കിട്ടും. അപ്പോഴായിരിക്കും കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നത്. അപ്പോൾ നിലവിൽ അമേരിക്കയിൽ നിന്ന് വരുന്ന വാർത്ത ഇതാണ്: ഗോൾഡൻ വിസ ആരും എടുക്കരുതെന്ന് അവിടുത്തെ അറ്റോർണി ജനറൽമാർ പറയുന്നുണ്ട്. ഗവൺമെന്റ് പ്ലീഡർമാരാണ് ഇത് പറയുന്നത്, അഡ്വക്കേറ്റ്സ്. കാരണം ഇത് പിന്നീട് നിങ്ങൾ എടുത്തിട്ട് അവിടെ പോയി കഴിയുമ്പോഴത്തേക്കും പിന്നീട് ഇത് കോടതിയിലേക്ക് പോകും കേസ്. അപ്പോൾ കോടതി ഈ ഒരു ഗോൾഡൻ വിസ റദ്ദാക്കി കഴിഞ്ഞാൽ ഈ $10 ലക്ഷം നഷ്ടപ്പെടും. നിങ്ങളുടെ വിസയും കാര്യങ്ങളൊക്കെ ക്യാൻസലാക്കി നിങ്ങൾ തിരിച്ച് നാട്ടിലേക്ക് അയക്കേണ്ട സാഹചര്യം ഉണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ H1B വിസ പോലത്തെ മറ്റുള്ള ഏതെങ്കിലും വിസകളിലേക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും, വർക്ക് വിസയിലേക്കൊക്കെ. അപ്പോൾ ഇതായിരിക്കും സംഭവിക്കുക. അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും നിൽക്കുന്ന ആൾക്കാർ കുറച്ചുകൂടെ പേഷ്യൻസിയോട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കുന്നത് വളരെ നന്നായിരിക്കും. അല്ലാതെ ഇമോഷണലി എനിക്ക് പോകാൻ പറ്റില്ല, ജോലിയില്ല, അതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെപ്രാളപ്പെട്ട് കാര്യമില്ല. കാര്യങ്ങൾ വ്യക്തമായിട്ട് കമ്പനിയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. എന്നിട്ട് അതിനനുസരിച്ച് കാര്യങ്ങൾ വളരെ പേഷ്യൻസിയോട് കൂടി മുന്നോട്ട് നീക്കുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പോൾ നമ്മൾ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് ചെറിയൊരു അപ്ഡേറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ, അവിടെ റഷ്യ ഇന്നും സെബ്രോഷിയ ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും, കേഴ്സ്ക് മേഖല, സെബ്രോഷിയ, ടിനിപ്രോ, പല മേഖലകളിലും തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം ഉക്രൈനാണ് ഇതിന് തുടക്കം കുറിച്ചത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തുരിതുര ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തുർക്കി ആണെങ്കിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഞങ്ങളുടെ ഷിപ്പ് ഉക്രൈനുമായിട്ട് യാതൊരു ഡീലിങ്സ് നടത്തില്ല എന്നുള്ളൊരു വാഗ്ദാനം കൂടി പറഞ്ഞിട്ടുണ്ട് തുർക്കി. ഇപ്പോൾ തുർക്കിയുടെ കാര്യമാണ് അധോഗതി. കാരണം എന്താണ്? നാണംകെട്ട അവസ്ഥയാണ്. അതിൽ ഒരു കാരണം പറയാനുള്ളത്, ഈ തുർക്കി നാറ്റോയുടെ മെമ്പറാണ്. അപ്പോൾ ശരിക്കും റഷ്യ നാറ്റോയുടെ മെമ്പറെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. നാറ്റോയുടെ മെമ്പറുടെ ഷിപ്പിനെയാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. ആ ഷിപ്പാണ് ബ്ലാക്ക് സീയിൽ നിന്ന് കത്തിയത്. ഇതിന് നാറ്റോയ്ക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ ഈ തുർക്കി എന്തിനാണ് നാറ്റോയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്നത്? F-35 ചോദിച്ചപ്പോഴത്തേക്കും അമേരിക്ക കൊടുത്തില്ല. നാറ്റോ രാജ്യമാണെന്നുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ടെങ്കിൽ അതെങ്കിലും കൊടുക്കണ്ടേ? നാറ്റോയിൽ ഒരു അംഗമാണെന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് F-35 തരൂ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും കൊടുത്തിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് തരൂ എന്നാണ് ചോദിക്കുന്നത്. പക്ഷേ അത് കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് അമേരിക്കയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? തുർക്കിയുടെ നാറ്റോ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഡ്രാമയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റഷ്യ തുർക്കി അടിച്ചാലും ശരി തന്നെ, ഇനി ആരടിച്ചാലും ശരി തന്നെ, നാറ്റോയും ഇടപെടില്ല, അമേരിക്ക ഇടപെടില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അധോഗതിയാണ്.
ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്, ഞാൻ കുറച്ച് പീസ് പ്ലാനുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ അത് അമേരിക്ക വായിച്ചു നോക്കാൻ പോലും കൂട്ടാക്കുന്നില്ല എന്നുള്ളൊരു പരാതിയാണ് ഉക്രൈനിലെ സെലൻസ്കി പറഞ്ഞിരിക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സ്റ്റീവ് വിറ്റ്കോഫുമായിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ആൾക്കാർ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് ചർച്ച നടത്തണം എന്ന് പറഞ്ഞ് ചോദിച്ചപ്പോഴത്തേക്കും യൂറോപ്പുമായിട്ട് യാതൊരു വിധത്തിലുള്ള ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്നുള്ള ഒരു നിലപാടാണ് സ്റ്റീവ് വിറ്റ്കോഫ് എടുത്തിരിക്കുന്നത്. ഇറ്റ് മീൻസ് അമേരിക്ക എടുത്തിരിക്കുന്നത്. ഇതിൽ ശരിക്കും യൂറോപ്പ് ഡിസപ്പോയിന്റഡ് ആണ്. തലയും കുത്തി വീണ് കിടക്കുന്ന അവസ്ഥയാണ് യൂറോപ്പിന്. ഇതേപോലത്തെ നാണക്കേട് അവർക്ക് ജീവിതത്തിൽ എവിടെ ഉണ്ടായിട്ടില്ല. ഈവൻ ട്രംപ് പോലുമല്ല പറഞ്ഞത്. ട്രംപ് അയച്ചിരിക്കുന്ന റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് പറയുന്നത്, ഞങ്ങൾക്ക് യൂറോപ്പുമായിട്ട് യാതൊരു ബന്ധമില്ല, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയിരിക്കുന്നത്. കാരണം സംസാരിച്ച് മടുത്തു, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് മടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ യൂറോപ്പ് പറയുന്നത് അറ്റ്ലീസ്റ്റ് ഡോൺ ബോസ് റീജിയനിലെങ്കിലും ഞങ്ങൾക്ക് സെക്യൂരിറ്റി തരുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം അവിടെ തന്നെ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയും ബോംബാക്രമണവും തീവ്രവാദ ആക്രമണം കൊണ്ട് ഇരിക്കെ പൊറുതിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇന്റർണലായിട്ട് തന്നെ ഒരുപാട് ഓഫീസേഴ്സിന് ആവശ്യമുണ്ട്. ഞങ്ങളിത് വെനിസുലയുടെ അടുത്ത് ഞങ്ങൾ പ്രശ്നവുമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം യൂറോപ്പിൽ നിന്ന് സെക്യൂരിറ്റി തരാനുള്ള യാതൊരു വകുപ്പില്ല എന്നുള്ളതാണ് അമേരിക്കയുടെ നിലപാട്. യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ ബ്ലിങ്കസി അടിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം അതുപോലെ അടുത്ത് നമ്മുടെ മെഹ്മൂദ് അബ്ബാസ്, പാലസ്തീനിയൻ അതോറിറ്റിയെ നയിക്കുന്ന വലിയൊരു രാജ്യമാണ് പലസ്തീൻ അതോറിറ്റി, വലിയ രാജ്യത്തിൻ്റെ ഒരു നേതാവാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഇറ്റലി സന്ദർശിച്ചു. അപ്പോൾ അവിടെ ജോർജിയ മെലോണി വാം വെൽക്കം കൊടുത്തു. പാലസ്തീനിയൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഞാൻ നിലകൊള്ളുന്നു, ശക്തമായി ഞാൻ പോരാടും, പാലസ്തീൻ അഥവാ ഗാസ ജനതയോടൊപ്പം ഞാൻ നിൽക്കുന്നുണ്ട്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ പാലസ്തീൻ സ്റ്റേറ്റ് രൂപപ്പെടാൻ വേണ്ടിയിട്ട് ശക്തമായി നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്നുള്ള ഒരു വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. വാഗ്ദാനം മാത്രമേ ഉള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ല. എന്തായാലും അബ്ബാസ് അങ്ങോട്ട് പോയ സ്ഥിതിക്ക് അബ്ബാസിന് സന്തോഷം വരുന്നത് പോലെയുള്ള 2-3 ഡയലോഗുകളൊക്കെ പറഞ്ഞ് പുള്ളിക്കാരത്തി റെഡിയാക്കി വിട്ടിട്ടുണ്ട്. അടുത്ത് ഫാർമസ്യൂട്ടിക്കൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്പും അമേരിക്കയും തമ്മിൽ നല്ല തർക്കം. ഈ തർക്കം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഡെൻമാർക്കിൽ നിന്നും ഒരു മെഡിസിൻ, ഡയബറ്റിക് ഒബേസിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മെഡിസിനാണ് ഇത്. ഒസെംപിക് എന്ന് പറഞ്ഞൊരു മെഡിസിൻ. ഈ മെഡിസിൻ ശരിക്കും ഡെൻമാർക്കാണ് ഇതിൻ്റെ പാറ്റന്റ് റൈറ്റ് വെച്ചിരിക്കുന്നത്, അവരാണ് ഇതിൻ്റെ മാനുഫാക്ചറർ. ഇന്ത്യയിൽ ഈ മെഡിസിൻ ഒരു ഡോസിന് ഏതാണ്ട് 2200 രൂപയാണ് ഇന്ത്യക്കുള്ളിൽ. പക്ഷേ അമേരിക്കയുടെ ഉള്ളിൽ ഇത് 90,000 രൂപയാണ്. ആ ഒരു പ്രൈസ് ഡിഫറൻസ് നിങ്ങൾ നോക്കണം. അതിന് അമേരിക്കയുടെ ഉള്ളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇതിനകത്ത് ടാക്സ് വരുന്നുണ്ട്, പലതരത്തിലുള്ള ഫീ അവിടെ വരുന്നുണ്ട്, അഡീഷണൽ ഫീ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കോസ്റ്റ് ഇത്രമാത്രം ഉയർന്നിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യേണ്ട, കാരണം ഇന്ത്യക്കും അമേരിക്കയും തമ്മിൽ കറൻസി മൂല്യത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. എന്തായാലും അമേരിക്കയുടെ ഉള്ളിൽ ഈ മരുന്നിന്റെ വില ഇച്ചിരി കൂടുതൽ തന്നെയാണ്. ഈ ഒരു മെഡിസിൻ ഇന്ത്യക്കുള്ളിൽ ഇറങ്ങുമ്പോഴത്തേക്കും അത് 2200 രൂപയും, അതേ മെഡിസിൻ ഡെൻമാർക്ക് അമേരിക്കയിലേക്ക് കൊടുക്കുമ്പോൾ ഏതാണ്ട് 3 ഇരട്ടി വില വർധനം ഉണ്ടാകുന്നുണ്ട്. ഏതാണ്ട് 9,000 സംതിങ് ഡോളറാണ് അവിടെ വില വരുന്നത് ഈ ഒരു മെഡിസിൻ. അതായത് ഇന്ത്യൻ മണിയിൽ നമ്മൾ കണക്കൂട്ടി കഴിഞ്ഞാൽ ഏതാണ്ട് 90,000 രൂപ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എക്സ്പ്ലനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ തർക്കം അവിടെ ഇപ്പോൾ തുടരുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ ഇൻഷുറൻസ് കമ്പനികളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഗവൺമെന്റിനും ഈ മെഡിസിൻ കമ്പനികൾക്കും ഇടയിൽ പല ധാരണകളുണ്ട്. ഇതൊക്കെ തന്നെയാണ് അവിടെ ഈ മെഡിസിന്റെ വില ക്രമാതീതമായിട്ട് ഉയർന്നു പോകാനും ജനങ്ങളുടെ പ്രീമിയം തുക, ഇൻഷുറൻസ് പ്രീമിയം തുക മന്ത്ലി ഹൈ ലെവലിൽ പോകാനും കാരണമായി തീർന്നത്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. പിന്നെ ഈ മരുന്നുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരുന്ന് എടുക്കുന്ന ആൾക്കാർക്ക് അമേരിക്കയുടെ ഉള്ളിൽ തന്നെ ഇരുന്ന് ഇതിന്റെ സ്റ്റഡി റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് മെന്റൽ പ്രശ്നങ്ങൾ, അതായത് ഇത് ബ്രെയിനിനെ ബാധിക്കുന്നു, അതായത് ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു. അതായത് നോർമലി ഇപ്പോൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇച്ചിരി ഓർമ്മക്കുറവൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒബേസിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഈ മെഡിസിന് സൈഡ് എഫക്ട്സ് ഉണ്ട്. ആ സൈഡ് എഫക്ട് ശരിക്കും ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അതായത് മെന്റൽ കപ്പാസിറ്റിയെ ബാധിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇംപ്ലിക്കേഷൻസ്. അതാണ് പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയിൽ തന്നെയാണ് ഈ വാർത്ത വരുന്നത്. ഇതിനെ ഡെൻമാർക്ക് എങ്ങനെയാണ് ഇതിനെ നേരിടാൻ പോകുന്നത് പറഞ്ഞാൽ, ഡെൻമാർക്ക് പറയാൻ പോകുന്നത് വേറെ ഒന്നുമല്ല, ഇത് ഞങ്ങളുടെ മരുന്ന് കമ്പനിക്കെതിരെ മനഃപൂർവ്വം ആരോപണം കെട്ടിച്ചമയ്ക്കുന്നതാണ് എന്നുള്ള ഒരു നിലപാടായിരിക്കും ഡെൻമാർക്ക് എടുക്കാൻ പോകുന്നത്. കാരണം അവർക്ക് മാസീവായിട്ടുള്ള ബിസിനസ് റവന്യൂ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെഡിസിനാണിത്. പക്ഷേ അതേസമയം ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യക്കുള്ളിലും ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തേണ്ടിയിരിക്കുന്നു. ഈ മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട പഠനങ്ങൾ ഇന്ത്യക്കുള്ളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. എന്തായാലും ഇതാണ് പൊതുവിൽ ഈ മരുന്നിനെക്കുറിച്ച് വരുന്ന അഭിപ്രായം. അപ്പോൾ അതുകൊണ്ട് ഈ മെഡിസിനൊക്കെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ വളരെ കരുതലോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റഡീസൊക്കെ എടുത്ത് വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ മരുന്നുമായിട്ട് മുന്നോട്ട് പോകാൻ. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.